പിന്നെ നല്ല മരം വരാതിരുന്നോട്ടെ. എന്ത് ചില്ലി അതവിടെ നാരങ്ങ ഉണ്ട്, എടുത്തിട്ട് പോയിഞ്ഞാ. എവിടെ ലൈമോ, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, ആ നാരങ്ങയല്ലേ പിഴുകിയ പഞ്ചസാര ഇട്ടിട്ട് അടിക്ക്. പറ്റുമോ? 2-3 അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ ആ വെള്ള കളർ വരും ചെയ്യും. പഞ്ചസാര ഇടണമെന്നില്ല. അച്ഛന് പഞ്ചസാര ഇടണമെന്നില്ല. എനിക്കും അല്ലെങ്കിൽ വേണമെന്നില്ല. ഉള്ള പഞ്ചാര മുഴുവൻ തീർക്കപ്പോ വേനൽ കഴിയുമ്പോഴേക്കല്ല നാരങ്ങ പെട്ടെന്നില്ലേ മാറുമ്പോഴേക്ക് അവസാനമൊക്കെ ഷുഗർ പിടിച്ചൊരു വഴിക്കാവും ചെയ്യും. എന്താട്ടാ അവസാനം ഷുഗർ പിടിച്ചൊരു വഴിക്കാവുങ്ങളൊക്കെ പാടെ പറയണ്ട ദാഹം മാറുമ്പോഴേക്കേ. അച്ചു അവിടുത്തെ അതാ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി പഠിക്കട്ടെ അവര്. എന്താ നാരങ്ങ കൊണ്ട് അവര് പഠിക്കുമ്പോഴുള്ള കഥയും കൂടി ഞാൻ പറഞ്ഞു. അണ്ടിപ്പരിപ്പ് വാങ്ങിയത് എന്താ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ. എൻ്റെ അമ്മൂൻ്റെ പണിയാണിത് കേട്ടോ. ഈ വെളുത്തുള്ളി നോക്കി കാട്ടിയേക്കണ് പേസ്റ്റ്. അപ്പം ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇല്ലാത്ത ഞായറാഴ്ച എന്താലേ. അപ്പം അതാ ഒരു സ്പെഷ്യൽ ഇതാ കണ്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറ് കേട്ടോ. നമ്മുടെ അച്ചുട്ടിയെ കുറേ ദിവസമായി പറയുന്നു നെയ്ച്ചോറ് വേണം, നെയ്ച്ചോറ് വേണം. എന്നാൽ ഇനിയിപ്പോൾ അവളുടെ നെയ്ച്ചോറ് വേണം, ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ അച്ചുട്ടി പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താ അമ്മ പറഞ്ഞു. അപ്പോൾ ചോറ് വെച്ച് മോരുകൂട്ടാൻ വെച്ച് എന്നിട്ടാണ് അവൾക്ക് നെയ്ച്ചോറിന് പൂതി. ആർക്കാ പൂതി? പിന്നെ കുറേ ദിവസമായിട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട്. ഇത് മുളകും മല്ലിയും നമ്മൾ വറുത്ത് വെച്ചതാണ്. ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഇരിക്കട്ടെ. പിന്നെ കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ച് വെച്ചത്. കുക്കറിലാവുമ്പോൾ വേഗം ആവുമല്ലോ അല്ലേ. കുക്കറിൽ തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കടന്ന് ചെറുക്കും കടിക്കുമ്പോൾ. കോഴി കുക്കറിൽ വെച്ചാൽ എന്താ ഒരു വിസിലടിച്ചാൽ മതി. ബീഫ് വയ്ക്കുമ്പല്ലേ ചില ബീഫ് ഒരു 6-10 വിസിലൊന്നും വേണ്ട, 7-8 അടി ഉപ്പ് കേട്ടോ. 7-8-10 ആയിക്കോട്ടെ. മണ്ട ബീഫാണോ നമുക്കറിയില്ലല്ലോ. കയ്യേ പൊള്ളിയിട്ട് നോക്കിയൊക്കെ കയ്യിൻ്റെ അവിടെ എങ്ങനെ ഇതൊക്കെ എന്താ എങ്ങനെ പറയുക, നമുക്കതൊക്കെ ചാത്തപ്പ മിണ്ടാതിരുന്നു. നീ ഒരു കൈകൊണ്ടാക്കിയാൽ മതിയല്ലോ, ചാവല്ലോ. കയ്യും കൊണ്ടാക്കി വേദനയൊക്കെ ഇപ്പം ഇതൊക്കെ ശീലായില്ലേ സോനിയ. കയ്യൊക്കെ പൊള്ളല് ശീലായില്ലേ. തിരക്ക് അല്ലേ. അതിൽ മുളകൊന്നിട്ടില്ല. പച്ചമുളക് വേണം കേട്ടാ. മുളകും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലല്ലേ കൊണ്ടുവന്നിട്ടില്ലാന്നല്ലേ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ ഒരു മണം ലേട്ടാ. പച്ചമുളക് ഉള്ളിക്ക് പകരം പച്ചമുളക് ഇട്ടാൽ മതി അല്ലേ. ചോറ് വെച്ച് മോരുകൂട്ടാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഓരോന്ന് എന്താ അച്ഛ എന്തച്ഛ ഈ എന്തച്ചാന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ വാങ്ങിക്കൊടുക്കാനേ തോന്നുള്ളൂ. അതിൽ ഇതാണ്ടോ കണ്ടില്ലേ. നമ്മളില്ലേ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളം നല്ല ഇരുന്നോട്ടെ. എന്തിന്? വെറുതെ ഇരുന്നോട്ടെ, ഊണേക്കെന്ന് തോന്നുന്നവർക്ക് കഴിക്കാലോ. ഇത് ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ. ഒരു കഷ്ണം കുമ്പളങ്ങിയും 2 ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് ചാറാണ്ട് വെച്ചാലോ. എന്താ പറയുന്നത്, കുട്ടികൾ ഇതാ ഇവിടെ ചെയ്യാൻ തുടങ്ങിട്ടോ. എന്താ ഇവരോട് കാണിക്കുന്നത്? അവര് ലൈം ഉണ്ടാക്കുക. തണുത്ത വെള്ളം കിട്ടിയ മക്കളെ. അമ്മ ചേച്ചിയുടെ ക്ലാസ്സോ. ഇനി കുറച്ച് ദിവസം ഇതിൻ്റെയൊക്കെ ഒരു ആർഭാടം ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു വെച്ചാലേ. അപ്പോൾ അതാ ഇതേ മുരിങ്ങയുടെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കട്ടെ കേട്ടോ. ചാത്തപ്പം എന്താടാ നമ്മുടെ ചക്ക നോക്ക് വെന്ത് പോയിക്കണത് കണ്ടോ. ഇതിപ്പോൾ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ വരാം കേട്ടോ. മുരിങ്ങ ഒടിക്കാറായിട്ടോ.
ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാവും. ഒന്നും കൂടി ഇതിലിങ്ങനെ പച്ചക്കറി വിത്തൊക്കെ വെച്ചാലേ നമ്മുടെ ഇത് കൂടെയൊക്കെ ചെടികൾ കുഴിച്ചിട്ടൊക്കെ കേട്ടോ, ഇത് കൂടെ ഒന്നും വരാൻ പറ്റില്ല. ദാ കുക്കുംബർ കണ്ടോ? ഇനി ഇവിടെ ഒരു പന്തൽ പോലെ ഇട്ട് കൊടുക്കണം, കുറച്ചും കൂടി കഴിയട്ടെ. കോവയ്ക്ക വള്ളി നല്ലതായിട്ടോ. പിന്നെ ഇത് കൂടെ മൊത്തം വഴുതനങ്ങ. അതാ ഞാൻ ആവട്ടെ കേട്ടോ. അതാ മുളകും തയ്യൽ ഒക്കെ ഇങ്ങനെ കുഴിച്ച് അച്ചുവിൻ്റെ പണി കേട്ടോ അതൊക്കെ. അച്ചുട്ടിക്ക് ഇതിനൊക്കെ ഭയങ്കര താല്പര്യമാണ്, എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അവൾക്ക് വിത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ വിത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് കൂടെയൊക്കെ വിത്തിടാം. മഴ പെയ്യട്ടെ വിചാരിച്ചു. പിന്നെ ഈ ഇത് കണ്ടോ, നമ്മുടെ കുഴൽക്കിണർ അടിച്ചപ്പോൾ അവിടുത്തെ പാറപ്പൊടിയാണ് കേട്ടോ അത്. ഈ പാറപ്പൊടി മൊത്തം പോകണത്രേ, മഴ പെയ്തിട്ട് ഒലിച്ച് പോകണമെന്ന്, അല്ലാതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞേ. എന്നിട്ട് വേണം ഒരു മഴക്കാലം കഴിയും. ഒരു മഴക്കാലം കഴിയും. കുറേ അരിമുളകുകൾ ഉണ്ടായതാണ്, ഒക്കെ ഉണ്ടായി കഴിഞ്ഞതും ഒക്കെ നശിച്ചാണ്ട് പോയിട്ടോ. ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് തോന ഉണ്ടാവുമായിരിക്കും എന്നുള്ളത്. ഇത് നമ്മുടെ ഇതാ ശംഖുപുഷ്പം കണ്ടോ, ശംഖുപുഷ്പത്തിൻ്റെ ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആരുടെ കാലം കൊണ്ടാണോ ചവിട്ടി പോവാന്നറിയില്ല. നിനക്ക് മധുരം പോരല്ലോ, കളർ കാണിച്ചു കൊടുക്കുക വീഡിയോയിൽ. നല്ല കുടിച്ചോ സുകന്യ, നല്ല മധുരട്ട് കുടിച്ചോ, നല്ലതാ. ഞാൻ മധുരമില്ലാണ്ട് കുടിച്ചിട്ടോ. ഇതും മധുരട്ട് കുടിച്ചോ? ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനേ ഭക്ഷണം കമ്മിയാക്കുന്നുണ്ട് കേട്ടോ. എന്ത് കമ്മിയാക്കിയാലും വേണ്ടില്ല, തടി കുറയുന്നില്ല. അല്ല, ഒരു ദിവസം കൊണ്ട് കമ്മിയാക്കി ശരിക്കും തടി കുറയണ്ടാണ് അല്ലേ? 2 ദിവസം കൊണ്ട് കമ്മിയാക്കി തടി കുറയില്ല. 2 മാസം കൊണ്ട് 2 ദിവസം കൊണ്ട് കമ്മിയാവുന്ന പിന്നെ ആർക്കെങ്കിലും തടി ഉണ്ടാവും. ഏട്ടാ ഒരു കാര്യം ഏട്ടനെ ആലോചിക്കണം കേട്ടോ. നമ്മളേ കിട്ടണ സമയത്തില്ലേ എല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കണം. പിന്നെ എന്തിനാണ് ഇപ്പൊ പറഞ്ഞത്? അല്ല പറയുക, അതെന്താ പറയുന്നതെന്നറിയോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തോ ഒരു കമന്റ് വീഡിയോയിലില്ലേ, നമ്മൾ രണ്ടുപേരും ചേർന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ അപ്പൊ പറയും റസീനെ കാണുമ്പോൾ അനിയുടെ അമ്മേനെ പോലെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും എന്നെ കാണുമ്പോൾ അനിയുടെ അമ്മേനെ പോലെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് അത് തോന്നുമ്പോൾ എനിക്കെങ്ങനെ തോന്നും, ഭഗവാനെ ഞാൻ അങ്ങനെയാണോ എന്നുള്ളത്. എന്നെക്കാട്ടിലും 10 വയസ്സ് മൂത്തതാണ് അനിയേട്ടൻ, അതാർക്കും അറിയില്ല. പക്ഷെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അനിയനെക്കാട്ടിലും മൂത്തായി തോന്നുന്നുണ്ട്. ഞാൻ ചിലവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അമ്മയാണോ ചോദിക്കുമ്പോൾ ഞാൻ പറയും അമ്മയാണ്. ആയിക്കോട്ടെ, എനിക്ക് ഇത്ര വലിയൊരു മകനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനിക്കാമല്ലോ. കാരണം ഒരമ്മയ്ക്ക് 10 വയസ്സിന്റെ മുകളിൽ വലിയൊരു മകൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനല്ലേ. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അനിയത്തി എന്ന് പറയും, മകളാന്ന് പറയാനുള്ള വരുത്തോ അവസാനം. വയ്യ ഏട്ടൻ എന്നെ എങ്ങനെ പറയാ പറഞ്ഞിട്ടില്ലേ, നീ അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിലില്ലേ ഒന്ന് തടി കുറച്ച് കാണിച്ചത്. അപ്പൊ അതിന്റെ ആ ഒരു നെട്ടോട്ടത്തിലാണ് ഞാൻ കേട്ടോ. 2 ദിവസം 3-ാമത്തെ ദിവസം ആവുന്ന പ്രതീക്ഷ നട്ടോട്ടിട്ട് കാര്യമില്ല, അത് ഓടാൻ കുറച്ച് സമയം എടുക്കും. ഇന്നലെ രാത്രി 1.5 പൊട്ട് ചപ്പാത്തി കഴിച്ചതാണ്. രാവിലെ ഒന്ന് 2 കോഴിമുട്ട കഴിച്ചിട്ടോ. ചായ എനിക്കെന്താണെന്നറിയില്ല, ചായ ഒരു തുള്ളിയെങ്കിലും കുടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് തലവേദന എടുക്കും. അതങ്ങനെ ശീലമായി പോയി, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ 2 ദിവസം ചായ കുടിച്ചില്ല. ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഭയങ്കര തല അങ്ങനെ കറങ്ങണ പോലെയൊക്കെ തോന്നുക. അവർ ഞാൻ തുള്ളി മധുരടാണ്ട് സുകന്യ പോലെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മധുരം ഒഴിവാക്കാന്നുള്ളതാണ്, മധുരവും ചോറും ഒഴിവാക്കാൻ. ഇപ്പൊ 2-3 മാസം നോക്കി. ഇപ്പൊ ഞാന് ജിമ്മിന് പോണില്ലേ, ഇപ്പൊ എല്ലാരും പറയില്ലേ ജിമ്മിന് പോണില്ലേ. ഇപ്പൊ ഞാൻ ജിമ്മിന് പോണില്ല കേട്ടോ. എന്താ വെച്ചാല് എനിക്ക് ഈ PCODയുടെ പ്രശ്നം കാരണം അറിയും തോന്നുന്നുണ്ട്. ഞാൻ പോയി എന്താ പോവാതിരിക്കാനുള്ള കാരണം പറഞ്ഞു വെച്ചാൽ എനിക്ക് പോവാൻ പറ്റണില്ല, അതും കൊണ്ട് പോണില്ല കേട്ടോ. വെറുതെ പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് പോവാന് പറ്റണ്ടേ. അപ്പൊ പറ്റണില്ല. അതെന്താ വെച്ചാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നം തന്നെയല്ലേ ഏട്ടാ. പറയേ. അതൊക്കെ പോവാണെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്, പോവാതിരിക്കുന്ന കാരണങ്ങളുണ്ട്. ഞാൻ പോകുന്നുണ്ട്, എനിക്ക് കാര്യം പറയാൻ ഒരു കാരണമുണ്ട്. നീ പോവാതിരിക്കുന്നുണ്ട്, അതിനൊരു കാരണമുണ്ട്. വേണമെങ്കിൽ വരാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോയില്ല എന്നാണ് അനിയേട്ടൻ പറയുന്നത്. ഞാൻ കൊണ്ടുപോയില്ല, ഞാനും പോണില്ല കേട്ടപ്പോ. ഞാൻ ഇപ്പൊ പോക്ക് നിർത്തിയിട്ട് 2 മാസം ആവാറായി. 2 മാസമായോ? 2 മാസം ആവണം. ഇനിയിപ്പൊ അങ്ങോട്ട് പോവപ്പോ ആരും മുടിയിട്ട് അവിടെ തുണിയാണ് അവിടുന്ന് അപ്പുറത്തേക്ക് എടുത്തിരുന്നത്. അതല്ല ഏട്ടാ പറയണതേ. അപ്പഴേക്ക് നിങ്ങൾ മൈക്കിൾ ജാക്സന്റെ വീട്ടിലേക്ക് എത്തിയോ?
നിമിഷം നേരം ഡേഞ്ചറസ് അതല്ലേടി പാട്ട്, അതിന്റെ ഒരു പാട്ടതല്ലേ? എന്താ സുകന്യക്കില്ലേ സംഭവം സമയത്ത് കേട്ടാ? സുകന്യക്ക് ഇങ്ങനെ എന്താണ് 2000 അതെ അമ്മുട്ടി. എന്താ അമ്മു പറയുന്നത്? എന്താ അമ്മു പറയുന്നത്? ഇത് സൗണ്ട് കുറച്ചാൽ മതിട്ടോ. ഞാൻ എന്താ സംസാരിക്കുമ്പോൾ 2-3 പ്രാവശ്യം ഒച്ചത്തിൽ സംസാരിച്ചിട്ട് അമ്മ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു എന്താ പ്രസി അലർജാണോ പറയോ, ഈ മൈക്കും കൂടി ഉള്ളതല്ലേ. സുർക്ക കുപ്പി അങ്ങോട്ട് കൊണ്ടേക്കാൻ മുട്ടി. അമ്മു വാഷിംഗ് മെഷീനിൽ ഡ്രൈയിൽ കിടക്കുന്ന തുണികളെടുത്ത് കൊണ്ടേ തോരടും. പോ നോക്കിയൊക്കെ അമ്മ അത് ചെയ്യട്ടോ. ഇന്ന് വെയിൽ കമ്മിയാണ്. അമ്മ ഇന്നലത്തെ പോലെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ എന്നാ കടന്നുറങ്ങില്ലാന്നോ? എന്നാലും നമ്മളില്ലേ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് ഉച്ച സമയമാകുമ്പോൾ വരും കേട്ടോ. നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാം. അപ്പോഴേക്കും വിളക്ക് വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആവില്ലേ, അപ്പം പറ്റൂല. ഉച്ചയ്ക്ക് കൃത്യം മക്കളുടെ ബഹളമൊക്കെ കഴിഞ്ഞ് ഇവരൊന്ന് ഉറക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുണ്ടോ ഉറങ്ങണ്? ദാ ഇവിടെ നോക്കേട്ടാ ക്യാരം ബോർഡ് കളിക്കണേ. എങ്ങനെയുണ്ട്? പക്ഷേ എനിക്കിതിൽ ഈ കയ്യില്ലേ, കയ്യിൻ്റെ ഇവിടെ ഇഷ്ടമല്ല. അപ്പം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വേണ്ട ഇതിൽ അപ്പം ഇത് ചെറുതാക്കിയിട്ട് അമ്മയ്ക്ക് ഇടുന്ന എന്നെ ഞാൻ പറഞ്ഞതേ. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും പറ്റില്ല കേട്ടോ. സുകന്യയ്ക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. അപ്പോൾ അത് അച്ചുട്ടിക്ക് ചെറുതാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇതും തന്നെ എൻ്റെ കൈ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈയൊന്ന് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നല്ല രസമുണ്ട്. കൈ കണ്ടോ, പപ്പ് കൈയായിട്ട്. ഇതും അച്ചുവിനോ അമ്മൂനോ അമ്മൂന് ചെറുതാക്കണേ. ഇതാണ്ടോ അത് പോയിക്കോട്ടെ. എത്ര ഈ കൈ ഇവിടേക്ക് ഇതാക്കിയിട്ട് കൈ ഇങ്ങനത്തെ വേണം. അപ്പോൾ നമ്മളില്ലേ ഇത് ഷെയ്പ്പാക്കി കഴിഞ്ഞാൽ വെച്ചാൽ എടുക്കാമല്ലോ. നല്ല രസമുണ്ട് അല്ലേ രണ്ടും? പക്ഷെ നമുക്ക് സുഖനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണില്ല. അതാണ് പറയുന്നത്. ഇങ്ങനെ പറയുക, തടി പാടില്ല 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 എന്ന് പറയുന്നത്. 2 മാസം കഴിയുമ്പോൾ ശരിയാവും. എത്ര 2 മാസം കഴിയുമ്പോഴേ സ്ലിം ബ്യൂട്ടി ആവില്ലേ? കറക്റ്റ് കൈയ്യട്ട് അമ്മ പറയുന്നത് കേട്ടോ. ആർക്കറിയാന്ന് കേട്ടാ? അതാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല. ആത്മവിശ്വാസമില്ല അറിയാം. എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ, ഇല്ല. എന്നാലും എൻ്റെ അമ്മൂന്നെ അങ്ങനെ വെറുതെ ചെറുതാക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടേട്ടാ. ആവില്ലേ അമ്മൂട്ടിയമ്മ? ആവുമായിരിക്കുന്നു. ശ്രമിച്ചാലാവും. 10 ദിവസം കൊണ്ട് 2 ദിവസം ഒന്നും ആവില്ല. അമ്മൂട്ടി എന്താ പറഞ്ഞു? ഞാൻ നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ചേച്ചിയുടെ PCOD കാരണം മുഖത്ത് കുരുവിൻ്റെ എങ്ങനെ പോയി എന്നുള്ളത്. അത് ഞാൻ 1 മാസം കൂടി കഴിയട്ടെ കേട്ടോ, നല്ല റിസൾട്ട് കിട്ടട്ടെ എന്നിട്ട് പറയാം. കാരണം അല്ലാതെ ഞാൻ 10 ദിവസം കൊണ്ട് ആയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇരട്ടിയായിരിക്കും എനിക്ക് വരിക കേട്ടോ. അപ്പം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ പറയാലോ മുട്ടി. അമ്മൂൻ്റെ കുറേ മാറി കേട്ടോ. അമ്മൂന് അത് നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഒന്ന് മാറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ വരും. അപ്പം അതൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട എന്ത് കണ്ടോ? എന്താ കണ്ടോന്ന് കാണാല്ലേ? ബീഫ് ഇതാ. ഇതാ ചട്ടിയിൽ വെച്ച മോരുക്കൂട്ടൻ, സാലഡ്. പപ്പടം വേണോ? പപ്പടം വേണ്ട. അച്ചാറ് വേണോ? അച്ചാറ് വേണ്ടേ? അച്ചാറാവാം. അത് മതി. 10ന്റെ മീറ്റ് മസാല 40 രൂപയ്ക്ക് ഹൽവയെന്നോ?
വേണ്ട വേണ്ട അതൊന്നും വേണ്ട, അതൊക്കെ മധുരമാണ്, വെറുതെ അത് തിന്നണ്ട. ഈ മധുരം ഒഴിവാക്കി വെച്ചു. വേണ്ട, പാൽക്കേടൊന്നും വേണ്ട. നീ പറഞ്ഞ സാധനം വാങ്ങിട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. വിശക്കാൻ തുടങ്ങിയില്ലേ? പിന്നെ വിശക്കാണ്ട് സുകന്യേ, വിശന്നില്ലെങ്കിൽ പിന്നെ എപ്പോ സുകന്യേ, നമ്മളെ വീഡിയോ ഇടുമ്പോഴേ ചിലവർ ചോദിക്കില്ലേ, കമന്റ് ചോദിക്കില്ലേ, പ്രസിക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് ചോദിക്കില്ലേ. അപ്പോൾ സത്യം പറയാച്ചാലേ എനിക്കങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഇഷ്ടമില്ലായ്മയൊന്നുമില്ല കേട്ടോ. ഞാൻ എന്താണോ എന്ന് വെച്ചാലും ഇല്ലേ നമ്മൾ കഴിക്കും. കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നല്ല സമയത്തൊന്നും നല്ലൊരു സാധനം കിട്ടാണ്ട് വയറ് നിറച്ച് ചോറുണ്ണാൻ കിട്ടാണ്ട് ഗതി കെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിങ്ങനെ ഇങ്ങനെ ഒലച്ചൊലച്ച് വെട്ടി എടുക്കേ. പൊന്നു കവറിനാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കരയണത്. കരച്ച് കേട്ടോ, അത് വേറെ എന്തിനാണ്? ഏട്ടാ, ഞാൻ പറഞ്ഞത് തെറ്റാണോ? കറക്റ്റാണ്. തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ അത് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലില്ലേ ഉള്ള കാര്യം പറയാലോ, നമുക്ക് ഇപ്പോൾ അതേപോലെ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല. നമുക്ക് എന്ത് കിട്ടുമ്പോഴും നമുക്കതില്ലേ, അത് സംക്രാന്തിക്ക് കിട്ടും. അത് നമ്മുടെ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ മക്കളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തൊരു സാധനമാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല, നമ്മളത് കഴിക്കില്ല എന്ന് ഓരോടത്ത് പോയിട്ട് മക്കളെ നിങ്ങൾ പറയരുത്. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ കഴിച്ച് ശീലാവണം കേട്ടോ എന്ന് ഞാൻ എൻ്റെ ഒരു ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇതും കിട്ടാത്ത എത്രയും മക്കളുണ്ട്, എത്രയും ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് ലേട്ടാ. ഇല വെട്ടണ്ടല്ലോ, ഇനിയിപ്പോൾ ഇലയിന്ന് വെട്ടണ്ട. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മളെ ഇല വെട്ടലാണ് കേട്ടോ. സ്റ്റീൽ പാത്രം വെള്ളം ചാടിയിട്ട് ബീഫിക്കാവണ്ട. എല്ലാരും കാത്തിക്കാണ്. ഞായറാഴ്ച നമ്മളധികം വാഴയില വെട്ടുകയാണ് കേട്ടോ ചെയ്യാറ്. ഇന്നിപ്പോ പ്ലേറ്റ് ഓ പൈസ എത്രയുടെ പറഞ്ഞത്? മെടുക്കനാ എന്താ പറഞ്ഞ? ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. എന്താണെന്നറിയോ? ചോറിൽ ഒഴിക്കാലോ. ചോറില് അല്ലാണ്ട് ഇപ്പോൾ ചോറിൽ മോര് കൂട്ടം ഒഴിക്കുന്നത് ശരിയല്ലല്ലോ. നെയ്ച്ചോറിൽ ഇപ്പോൾ കുറേ ഇത് ഞാൻ നല്ല വരട്ടി എടുക്കണം വിചാരിച്ചാണ്. ഇതൊക്കെ എല്ലാവർക്കും വിശന്നിട്ടായിരിക്കണം കേട്ടോ. സൂര്യ നോക്കടി, വരലൊന്നും വേണ്ട, ഇങ്ങനെ മതി. ഉപ്പ് നോക്ക്. ഉപ്പുണ്ടോ? പോരെ? ഇനി ഒന്നും വേണ്ടല്ലോ. അപ്പോൾ മതി. അതാട്ടോ നമ്മുടെ ബീഫ് ഒക്കെ ഉണ്ടോ ആയിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ് കേട്ടോ. മതി. ഇവിടെ വീട്ടിൽ ബീഫ് വാങ്ങിയിട്ട് കുറേ ആയില്ലേ. മോരിലോ? അത് സാരില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പിട്ടാ മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതാ പാത്രങ്ങൾ കുറേ പേരില്ലേ. അപ്പോഴേ പൂരം കഴിഞ്ഞ് കൊടി ഇറങ്ങി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. ഞങ്ങൾ സാദാ ചോറുണ്ട്, അവരൊക്കെ ബിരിയാണി കഴിച്ചു കേട്ടോ. ഇനി പാത്രങ്ങൾ കഴുകി ഇവിടേക്ക് ഒന്ന് അടിച്ചോരിട്ട് കഴിഞ്ഞാൽ പണി ഏകദേശം കഴിഞ്ഞു. ഇനി വൈകുന്നേരത്ത് ചോറ് വെക്കണ്ട കേട്ടോ. അവരവിടെ കഴിക്കുന്നത് കഴിച്ചോളും. അവരെല്ലാവരും കഴിക്കും. ഇപ്പോൾ ഇതെന്താണെന്നറിയോ, കയ്യോടെ പാത്രം കഴുകിയിട്ട് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞിട്ടല്ലേ അവിടെ ഇങ്ങോട്ട് കഴിയും കേട്ടോ.
അവർ ടി വി കണ്ടിട്ട് കഴിക്കാതിരിക്കുമ്പോഴേ നേരെ നല്ല വൈകിട്ട് അവർ നീക്കുള്ളൂ. ഞാൻ അവരുടെ കഴിക്കൽ കഴിയുമ്പോഴേക്കും എൻ്റെ വൃത്തിയാക്കൽ കഴിയും. നമ്മുടെ പൊന്നുമില്ലേ, എന്ത് കൊടുത്താലും തോനെ ഒരു പാത്രം നിറയെ ചോറ് വേണം, എന്നാ ഒരു പിടി നേരെ തിന്നാട്ടില്ല. എന്താണ് ഞാൻ എന്താ പൊന്നൂന് എന്നങ്ങോട്ട് വായോ തരാൻ പറ. അവനില്ലേ എന്ത് സാധനമാണോ എന്ന് വെച്ചാലും തോനെ പറയും. എന്നിട്ട് അത് എടുത്തിട്ട് കഴിക്കുക വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, കഴിക്കില്ല, വെറുതെ കളയുള്ളൂ. പരത്തും ചെയ്യും കളയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഞാനപ്പോൾ പറയേ വേണ്ടത് കഴിച്ചിട്ട് നമുക്ക് പിന്നെ എടുത്താൽ പോരെ. അത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണെന്ന് വെച്ചാൽ അവനങ്ങനെ കളയണം. നിലത്ത് കൂടെ ഒക്കെ ഇങ്ങോട്ട് ഈ ചോറിങ്ങനെ കളയണമെന്ന് വന്നോ. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ പറയും, വയസ്സായ അമ്മമാരുണ്ടെങ്കിലേ അവർക്കൊക്കെ നമ്മളിപ്പോൾ കുട്ടികളല്ലേ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. അമ്മയ്ക്കൊന്നും അതൊന്നും ഇങ്ങനെ ചോറ് കളയുമ്പോൾ അമ്മ ചീത്ത അറിയും. അതിന് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ വരാം. അപ്പോഴേ എന്താ കുറച്ച് പണികളുണ്ട് കേട്ടോ. കുറച്ച് വിറക് കൊണ്ടുവരാൻ പോകാനുണ്ട്. കുറച്ച് വിറക് കൊണ്ടുവരണം. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മഴ പെയ്യും തോന്നുന്നുണ്ട്. ഇന്നലെ പെയ്തിരുന്നു. അപ്പോൾ നാളെ കാണാം.